ഭൂമിക്കടിയിലെ നൂറുകണക്കിനടി താഴ്ചയിലുള്ള കോൺക്രീറ്റ് കവചങ്ങൾക്കുള്ളിൽ ലോകം ഇന്നുവരെ കാണാത്തൊരു മഹാദുരന്തം ഉറങ്ങിക്കിടക്കുകയാണ്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ തകർത്തെറിഞ്ഞ ഇറാനിലെ ആണവ നിലയങ്ങൾക്കടിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തങ്ങളുടെ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്മേൽ തങ്ങൾക്കിപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഗരീബാബാദി വെളിപ്പെടുത്തുമ്പോൾ അത് വെറുമൊരു വാക്കല്ല, അതൊരു മരണ വാറണ്ടാണ്. ആർക്കും തൊടാൻ കഴിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ആ ആണവ ശേഖരം ഇപ്പോൾ എവിടെയാണ്? അമേരിക്കൻ ചാര സംഘടനയായ CIA-യും ഇസ്രയേലിലെ മൊസാദിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ആ വെളിപ്പെടുത്തൽ ലോകത്തെ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ തൊട്ടരികിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടങ്ങാതെ ഇന്ത്യയെ മാത്രം ചേർത്ത് പിടിച്ച് ഇറാൻ നടത്തുന്ന ഈ കളിയിൽ ആര് ജയിക്കും? ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ശേഷിയുള്ള ആ ഹോർമൂസ് രഹസ്യം എന്താണ്? ഇറാന്റെ ആണവ രഹസ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധമുഖങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണ് ഇന്നുള്ളത്. ഇസ്ലാമാബാദിലെ ആ ചർച്ചാ മുറിയിൽ വെച്ച് കാസിം ഗരീബാബാദി ആ വാക്കുകൾ പറയുമ്പോൾ അവിടെയുണ്ടായിരുന്ന നയതന്ത്രജ്ഞർ ശ്വാസം അടക്കി പിടിച്ചു കാണും. ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ പ്രഖ്യാപിച്ചു, അമേരിക്ക ബോംബിട്ട് തകർത്ത ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കടിയിലാണ് ആ യുറേനിയം ശേഖരമുള്ളത്. അതിന്മേൽ ഞങ്ങൾക്കിപ്പോൾ നിയന്ത്രണമില്ല. എന്താണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥം? 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്നത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ 90% എത്താൻ വെറും ഒരു ചുവടുവെപ്പ് മാത്രം അകലെയുള്ള ഇന്ധനമാണ്. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഭൂഗർഭ നിലയങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. ടൺ കണക്കിന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കും മണ്ണിനുമടിയിൽ ആ റേഡിയോ ആക്റ്റീവ് ഇന്ധനം കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതായത് റേഡിയേഷൻ ചോർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല. കൂടാതെ ഇറാന്റെ ശാസ്ത്രജ്ഞർക്ക് പോലും ഈ ശേഖരത്തിലേക്ക് ഇപ്പോൾ പ്രവേശനവുമില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു, ഇപ്പോൾ ആ ആപത്ത് നിങ്ങളുടെ കൂടി തലയിലാണ് എന്ന പരോക്ഷമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കൻ ഇൻ്റലിജൻസ് കരുതിയത് ബോംബിട്ടാൽ എല്ലാം അവസാനിക്കുമെന്നാണ്. എന്നാൽ ഇറാൻ അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. തകർക്കപ്പെട്ടത് ഇറാന്റെ സ്വപ്നങ്ങളല്ല, മറിച്ച് ലോകത്തിൻ്റെ സുരക്ഷാ കവചമാണെന്ന് ഇറാൻ പറയാതെ പറയുകയാണ്. എന്തിനായിരുന്നു ആ രഹസ്യ ചർച്ചകൾ? അതായത് അമേരിക്കയ്ക്ക് ഒരേ സമയം പേടിയും അഹങ്കാരവുമാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ചർച്ചാമേശയിൽ അവർക്ക് വേണ്ടത് ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങലുമാണ്. വാഷിങ്ടൺ മുന്നോട്ട് വെച്ച നിബന്ധനകൾ കേട്ടാൽ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് അറിവുള്ള ആരും അന്തം വിട്ടുപോകും. അതായത് ഇറാൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ കാരണം ഇറാൻ ഒരുപാട് തീവ്രവാദ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആണവായുധ നിർമ്മാണത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതേസമയം അമേരിക്കയുടെ നിബന്ധനകൾ നോക്കുമ്പോഴും അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ആദ്യത്തെ നിബന്ധന നോക്കാം. ഇറാൻ ഇതുവരെ സമ്പുഷ്ടീകരിച്ച മുഴുവൻ യുറേനിയവും അമേരിക്കയ്ക്ക് കൈമാറണം. അതായത് ഒരു രാജ്യം സ്വന്തം പണവും അധ്വാനവും ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ധനം അമേരിക്ക സൗജന്യമായി കൊണ്ടുപോകുമെന്ന്. നിബന്ധന 2, അടുത്ത 20 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതിനോട് ഗരീബാബാദി പ്രതികരിച്ചത് വളരെ ബോൾഡായിട്ടാണ്. എന്തിനാണ് ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത്? ഞങ്ങളുടെ നേതാക്കൾ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറല്ല. അമേരിക്കയുടെ നിലപാട് ചർച്ചയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് മേൽ ഉത്തരവിടുന്ന ശൈലിയാണ് അദ്ദേഹം തുറന്നടിച്ചു. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചത്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്, ഇസ്രയേലാണ്. എന്നാൽ അവർ ലക്ഷ്യമിട്ടതൊന്നും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇറാനോട് ഇളവിന് വേണ്ടി അവർ കെഞ്ചുകയാണെന്ന് ഇറാൻ വെളിപ്പെടുത്തുന്നു. വൈറ്റ് ഹൗസ് പുറമേക്ക് ഗാംഭീര്യം കാണിക്കുമ്പോഴും ഉള്ളിൽ അവർ ഇറാന്റെ നീക്കങ്ങളെ ഭയപ്പെടുന്നുണ്ട്. കാരണം അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിന് ഫണ്ട് ചെയ്ത് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. ട്രില്യൺ കണക്കിന് കടമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ പറയാൻ പോകുന്നതിൽ ഏറ്റവും നിർണായകമായ ഭാഗം പറയാം. ലോക ഭൂപടം എടുത്തു നോക്കിയാൽ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിൽ ഒരു ചെറിയ ഇടുങ്ങിയ പാത കാണാം. അതാണ് ഹോർമൂസ് കടലെടുക്ക്. അത് കാരണം ഇപ്പോൾ നമ്മൾ പെട്ടിരിക്കുകയാണ്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിൻ്റെ 30% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കാതെയും തങ്ങളുടെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ആസ്തികൾ വിട്ടു നൽകാതെയും ഹോർമൂസ് പൂർണ്ണമായും തുറക്കില്ല. ഇതൊരു സാമ്പത്തിക യുദ്ധമാണ്.
ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ പെട്രോൾ വില ലിറ്ററിന് 500 രൂപ കടക്കും. വൻകിട രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകും. ഈ രാജ്യങ്ങളിൽ നമ്മളുടെ രാജ്യവും പെടും. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ഇറാൻ ഒരു അത്ഭുതകരമായ നീക്കം നടത്തി. ആ നീക്കത്തിൻ്റെ പേരാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളെ മുഴുവൻ ശത്രുക്കളായി കാണുന്ന ഇറാൻ ഇന്ത്യയെ മാത്രം എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത്? സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നു. ഇതുവരെ 11 ഇന്ത്യൻ കപ്പലുകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇറാൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ അവരുടെ സംരക്ഷണത്തിൽ ആ കടലിടുക്ക് കടന്നുപോയി. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾക്ക് അനുമതി നൽകുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യ ഇറാന്റെ സുഹൃത്ത് രാജ്യമാണ്. നമുക്ക് ഇറാനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനെ തള്ളിക്കളയാതെ ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണിത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും നിശ്ചിത തുക ടോൾ ഈടാക്കാൻ ഇറാൻ തീരുമാനിക്കുമ്പോഴും ഇന്ത്യക്ക് ഇളവുകൾ ലഭിക്കുകയാണ്. ഇന്ത്യൻ വിപണിയിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഇറാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയൊരു തലവേദന കൂടിയാണ്. കാരണം ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം ദഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഇറാനുമായി നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇന്ത്യക്ക് ഇസ്രായേലുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. 2 മാസം മുമ്പ് അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിച്ചതോടെയാണ് ഈ യുദ്ധം തുടങ്ങിയത്. മധ്യേഷ്യ മുഴുവൻ കത്തിയെരിയുകയാണ്. നിലവിൽ ഒരു വെടിനിർത്തൽ ചർച്ചയിലുണ്ടെന്ന് ഗരീബാബാദ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആ വെടിനിർത്തലിന് താല്പര്യപ്പെട്ടത് ഇറാനല്ല, മറിച്ച് അമേരിക്കയാണ് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാന്റെ സഹായം വേണം. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇറാൻ യുദ്ധം തുടങ്ങി 2 ദിവസത്തിന് മുമ്പ് കൂടുതൽ പോകില്ല എന്നാണ്. എന്നാൽ ഇറാൻ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇറാന് സാധിച്ചു. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ പക്കലുള്ള ഡേർട്ടി ബോംബ് സാധ്യതകളെ ലോകം ഭയക്കുന്നുണ്ട്. തകർക്കപ്പെട്ട നിലയങ്ങൾക്കിടയിലെ ആ 60% യുറേനിയം ഒരുപക്ഷെ ഇറാൻ അറിയാതെ തന്നെ ഒരു ആണവ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിലെ ഡാറ്റ പരിശോധിക്കാം. ഇറാൻ്റെ ആസ്തികൾ അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഏകദേശം $100 ബില്യൺ മുകളിലുണ്ട് ഈ തുക. അതായത് നമ്മുടെ റഷ്യയ്ക്ക് സംഭവിച്ചത് തന്നെയാണ് ഇറാന് സംഭവിക്കുന്നത്. ഇത് തിരിച്ചു കിട്ടാതെ ഇറാൻ പിന്നോട്ട് പോകില്ല. മറുഭാഗത്ത് ഇസ്രയേൽ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചും സൈബർ ആക്രമണങ്ങൾ വഴിയും ഇറാനെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ യുറേനിയം വെളിപ്പെടുത്തൽ ഇസ്രയേലിൻ്റെ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ മാത്രമല്ല, ലോകരാജ്യങ്ങൾ തന്നെ ഈ ഒരു വാർത്തയിൽ ഞെട്ടലിലാണ്. കാരണം സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കുമല്ലോ, നമ്മളെല്ലാം ബാധിക്കും. പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നതാണ്. എന്തായാലും ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന നികുതി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ തീർച്ചയായും ബാധിക്കും. ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നാൽ അതൊരു നാവിക യുദ്ധത്തിലേക്ക് വഴിവെക്കും. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയുമായി എത്തുന്നതോടെ കളിയും മാറും. ഇറാൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്തായാലും വെറുമൊരു വാർത്തയല്ല, ഇതൊരു പുതിയ ലോകക്രമത്തിൻ്റെ തുടക്കമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.